ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു കോസി നൈറ്റ് റുട്ടീൻ വ്ലോഗാണ്. ആക്ച്വലി ഇന്നത്തെ ദിവസം കുറച്ച് ഹെക്റ്റിക് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സെൽഫ് കെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു ഈവനിങ് ഒന്ന് റൊമാൻറ്റിസൈസ് ചെയ്യാമെന്ന്. ഈ സെൽഫ് കെയർ എന്ന് പറയുമ്പം എനിക്ക് ആദ്യം മനസ്സിൽ വരിക തലയിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കാനാണ്. സോ ഞാൻ ഹെയർ ഓയിലൊക്കെ ചെയ്ത് ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ട് കുളിക്കാൻ പോയി. ഇതുപോലെ കുറച്ചധികം ടൈം എടുത്ത് കുളിച്ച് വന്ന് ബോഡി ലോഷനും കുറച്ച് അലോവേറ ജെല്ലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും എന്തൊരാശ്വാസം. ഇനി ഹെയർ ഒന്ന് ഉണക്കാന്ന് വിചാരിക്കുന്നുണ്ട്. സാധാരണ ഞാൻ എയർ ഡ്രൈ ആണ് ചെയ്യാറ്. ബ്ലോ ഡ്രൈ ബ്രഷ് എടുത്തിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്യൊന്നുമല്ല, ജസ്റ്റ് രാത്രി ആയതുകൊണ്ട് എന്തായാലും ഉണങ്ങൂല്ല. അപ്പം ഉറങ്ങുന്നതിന്റെ മുന്നേ ജസ്റ്റ് ഒന്ന് ഉണക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ അങ്ങനെ അറിയൂല. അങ്ങനെ ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാമെന്ന്. സാധാരണ ഞാനങ്ങനെ ഡിന്നർ കുക്ക് ചെയ്യാറൊന്നുമില്ല, ഇവിടെ ഉള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ഈവനിങ് റൊമാൻറ്റിസൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മക്രോണി ഇരിപ്പുണ്ട്, അത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. വൈറ്റ് സോസ് പാസ്ത, പക്ഷെ മക്രോണി വെച്ചിട്ടാണ്. ഇവിടെയാണെങ്കിൽ ഒറിഗാനോ ഇല്ല, എന്നാലും ഉള്ളത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, വീഡിയോ ഓൺ ചെയ്തിട്ട് കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് നല്ല ടാസ്ക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ടുള്ള സോസ് പാൻ ആണെങ്കിൽ കുറച്ച് ചെറുതായി പോയി, കയ്യിലുള്ള മക്രോണി കുറച്ച് അധികമായി പോയി, പിന്നെ പാത്രം ചേഞ്ച് ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ സാധനം സെറ്റാ. ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് കുറച്ച് വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. എന്തോ നല്ല രസമാണ് ഇങ്ങനെ കുളിച്ച് വന്ന് നല്ല ചൂടുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ. ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ളത് കുറച്ച് സെൽഫ് കെയർ വ്ളോഗും റുട്ടീൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്കൊരു ബോധം വരിക, ഓ സെൽഫ് കെയർ വേണം, നമ്മൾ തന്നെ പാമ്പർ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ഒരു ബോധം എനിക്ക് ഇങ്ങനത്തെ വ്ളോഗ്സ് ഒക്കെ കാണുമ്പോഴാണ് വരിക. ഈ വ്ളോഗൊക്കെ കണ്ടതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് റൊമാൻറ്റിസൈസ് ചെയ്യുക, സെൽഫ് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് സെൻറ്റഡ് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. ക്യാൻഡിൽ തീരാനായിട്ട് ഈ തീപ്പെട്ടി വെച്ചിട്ട് കത്തിക്കാനും പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ കൈ പൊള്ളിയാലും കുഴപ്പമില്ല, കത്തിക്കണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കത്തിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 വർഷമായി. പണ്ട് മുതലേ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, നമ്മൾ മുന്നേ ഒരു ഈവനിങ് വ്ളോഗ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് ഈവനിങ് വ്ളോഗ്. എനിക്ക് തോന്നുന്നു അതൊരു 4ാമത്തെ വീഡിയോ ഒക്കെയാന്ന് തോന്നുന്നു. അതിൽ ഞാൻ ഇതാ ഈ ഒരു സെയിം ക്യാൻഡിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രിന്റ് എടുത്തതാണ്. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാൻ കാരണം ആ ഒരു ഒന്നും ഇല്ലാത്ത ഒരു ഭാഗത്തായിട്ട് കുറച്ച് കട്ടൗട്ട്സ് വേറെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പിക്ചറാണ്. അമ്മയ്ക്ക് കേക്കിന്റെ ആവശ്യത്തിന് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വേണമായിരുന്നു. അപ്പൊ പ്രിന്റ് എടുക്കുമ്പോൾ ബാക്കി ആ ഒരു സ്പേസിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്തതാണ്.
ഇപ്പൊ കട്ട് ചെയ്ത പിക്ചേഴ്സ് ഒക്കെ ഇതാ ഈ ഒരു ബോക്സിലാക്കി വെച്ചാൽ കുറച്ചുകൂടെ എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഈ ഒരു ബോക്സിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അത് തന്നെ ഞാൻ ഒക്കെ നല്ല രീതിക്ക് കട്ട് ചെയ്ത് വെച്ചതൊന്നും അല്ല, ഇത് വലിയ ഷീറ്റായിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് പോയതുകൊണ്ട് എടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കീറിപ്പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലാന്ന് തോന്നുന്നു പറഞ്ഞത്, ഈ ഒരു ടേബിൾ എപ്പം നോക്കിയാൽ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇന്നും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയായിട്ടും കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഷീറ്റ് പോലെ വരുന്നത്. ഇതും കൂടെ നമുക്ക് ഈ ഒരു ബോക്സിൽ തന്നെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലെടുത്ത് വെക്കുന്നുണ്ട്. എൻ്റെ ഫേസ് കുറച്ച് ഓയിലി പോലെ ആയതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ മുൾട്ടാണിയും ഇട്ടി വീക്ക്ലി വൺസ് ഒക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ നാളെന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം 5 മാസമൊക്കെ ആയെന്ന് തോന്നുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസിൽ ചെയ്ത്. അത് മാത്രമല്ല എനിക്കാണെങ്കിൽ അങ്ങനെ സ്കിൻ കെയർ എന്ന് പറഞ്ഞ് നൈറ്റിൽ ചെയ്യാനും ഡേ ടൈമിൽ ചെയ്യാനൊന്നും ഇല്ല, പ്രൊഡക്ട്സ് കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ഫേസ് ഒക്കെ കഴുകി കളയുമ്പം ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവും. ഞാനാണെങ്കിൽ ഈ ഒരു മുൾട്ടാണി മിട്ടി വാങ്ങിച്ചത് വിഷുവിന്റെ സമയത്താണ്, അന്ന് ഇടാന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചതാണ്. പക്ഷേ ഇന്ന് വരെ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടും കൂടെ ഇല്ല. എന്റെ കയ്യിൽ ഇത് ഓൾറെഡി ഉള്ളത് കൊണ്ടും പിന്നെ എന്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയതുകൊണ്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമലി ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്തെങ്കിലും സീരീസോ യൂട്യൂബ് വീഡിയോസോ എന്തെങ്കിലും ഇരുന്ന് കാണുകയാണ് ചെയ്യുക. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ വായിക്കാന്ന്. അതൊരു വിൻ ആണ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് എടുത്ത് വായിച്ചിട്ട് കുറേ നാളായി എനിക്ക് ബുക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വലിയൊരു റീഡിങ് സ്ലംപ് വന്നിട്ട് ഇപ്പം എനിക്കൊരു ബുക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിക്കും ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ ബുക്ക് വായിക്കായിരുന്നു, പക്ഷെ ഇപ്പം എന്താ പറ്റിയത്? ആർക്കെങ്കിലും ഇതിന്റെ ഒരു സൊല്യൂഷൻ അറിയെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞു തരാം. ഇത് പിന്നെ ഒരു നോൺ ഫിക്ഷൻ ബുക്കാണ്, സെൽഫ് ഹെൽപ്പാണ് ഈ ഒരു ബുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പം ഇത് കൊള്ളാം എന്നൊക്കെ തോന്നിയ വരികളൊക്കെ ഞാനിങ്ങനെ അണ്ടർലൈൻ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇന്നും ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഡ്രൈ ആയപ്പോൾ ഞാൻ കഴുകാൻ പോയി. ഓവറായിട്ട് ഡ്രൈ ആവുമ്പം ഇത് കഴുകാൻ നല്ല ബുദ്ധിമുട്ടാവും. കുറച്ചധികം സമയമായി ഈ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട്. ഇപ്പൊ തൊടുമ്പോൾ നല്ല പൊള്ളുന്നുണ്ട്. പൊള്ളുകയെന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം അടച്ചു വെക്കാന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നല്ല ചൂടില്ലേ, ഇത് അടച്ചു വെച്ചാലോ ഇത് പൊട്ടിപ്പോകുന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പൊട്ടിപ്പോകൊന്നുമില്ല, എന്നാലും ഒരു ഭയം, അതുകൊണ്ട് തുറന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല. ഒരു K-ഡ്രാമ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിരുന്ന് കാണണം, അത്രയേ ഉള്ളൂ. എന്തായാലും ഇന്ന് നല്ല ഹെക്റ്റിക് ഡേ ആയിരുന്നു. പക്ഷെ ഇതുപോലെ കുറച്ച് നേരം സ്ലോ ഡൗൺ ചെയ്ത് ചെറിയ സെൽഫ് കെയർ ഒക്കെ ചെയ്യുമ്പം ഓണസ്റ്റ്ലി നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇതുപോലുള്ള ബിസി ആയിട്ടുള്ള ഡേയ്സിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ പോസ് എടുക്കുന്നത് ഈസ് ആക്ച്വലി റിയലി നൈസ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഞാനിപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുള്ള K-ഡ്രാമ. അതും കണ്ടുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു ദിവസം എൻജോയ് ചെയ്തിട്ടുണ്ട്.